മലപ്പുറം ജില്ലാ കലക്ടറോട് പൊന്നാനി കോടതിയുടെ ശോചനീയാവസ്ഥകൾ തുറന്നു പറഞ്ഞ് മജിസ്ട്രേറ്റ്. കോടതി താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറാനും നിലവിലെ കെട്ടിടത്തോട് ചേർന്ന സ്ഥലത്ത് കോടതി കോംപ്ലക്സ് നിർമ്മിക്കാനും തീരുമാനം. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൊന്നാനി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി കെട്ടിടത്തിന്റെ അപകടസ്ഥിതി ജില്ലാ കലക്ടർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തി മുൻസിഫ് മജിസ്ട്രേറ്റ് ടി.എം. സൗമ്യ. പ്രതിദിനം നൂറുകണക്കിന് പേർ വരുന്ന കോടതി കോംപ്ലക്സിൽ സുരക്ഷയില്ലെന്നും ജീവനക്കാർക്ക് ഷോക്കടിക്കുകയാണെന്നും കോടതി ഫയലുകൾ മഴ നനഞ്ഞ് നശിക്കുകയാണെന്നും മജിസ്ട്രേറ്റ് കളക്ടറോട് പറഞ്ഞു. PWD കെട്ടിട വിഭാഗം നിസ്സഹകരണമാണ് തുടരുന്നതെന്നും കോടതിയാണെന്ന് പോലും പരിഗണിക്കാതെയാണ് PWDയുടെ നിസ്സഹകരണമെന്നും മജിസ്ട്രേറ്റ് പറഞ്ഞു. കോടതിയുടെ ശോചനീയാവസ്ഥ ബോധ്യപ്പെട്ട കളക്ടർ കോടതി കെട്ടിടം അടിയന്തരമായി താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. പൊന്നാനി മിനി സിവിൽ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച കെട്ടിടത്തിൽ കോടതി പ്രവർത്തിക്കാനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്നും നിലവിൽ കോടതിക്ക് പിൻഭാഗത്തെ റവന്യൂ ഉടമസ്ഥയിലുള്ള 39 സെന്റ് സ്ഥലത്തിന് അനുവദനീയമായ അനുമതി നൽകി പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള കാര്യം പരിഗണിക്കുമെന്നും കലക്ടർ പറഞ്ഞു. മാറിയിട്ട് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. എങ്ങോട്ടാണ് മാറുന്നത്? ടെമ്പററി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് മാറും. അതിനുശേഷം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എത്ര ദിവസങ്ങളിൽ മാറാനാണ് തീരുമാനിച്ചത്? എത്ര ദിവസങ്ങളിൽ മാറാനാണ്? ഇവിടെ കുറച്ച് ടെമ്പററി സിവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഉടനെ താൽക്കാലികമായിട്ട് മാറും. ഒരു മാസം പിടിക്കും. ഇത് കഴിഞ്ഞ് റിനോവേഷൻ ആണോ അല്ലെങ്കിൽ ഡിമോളിഷ് ചെയ്തിട്ടുള്ള പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാനോ? പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാം. കളക്ടർക്കൊപ്പം P. നന്ദകുമാർ MLA, ബാർ അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരും ഉണ്ടായിരുന്നു. 1888 നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിനകത്താണ് പ്രവർത്തിക്കുന്നത്. സാധാരണ ഒരു ഗവൺമെൻറ് കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആധുനിക സംവിധാനം ഉപയോഗിച്ച് പണിയുന്ന കെട്ടിടത്തിന് തന്നെ 75 വർഷമാണ് അതിൻ്റെ കാലാവധി. ഈ പഴയ കാലത്തിലെ കെട്ടിടങ്ങൾക്ക് 50 വർഷമാണ് കാലാവധി. അതിൻ്റെ സ്ഥലം, റവന്യൂ സ്ഥലം, അത് പിന്നെ പ്രിമസി സാങ്ഷൻ വാങ്ങിച്ചിട്ട് കൊടുക്കാനും അവിടെ കോംപ്ലക്സ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. NCV ന്യൂസ്, പൊന്നാനി. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.